வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. எல்லாரும் பார்ட் 1 பார்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. பயங்கர ஃபனியாக போயிட்டு இருக்கு. இப்போ நம்ம பார்ட் 3 கண்டினியூ பண்ணலாம். போயிடலாமாக்கா? போயிடலாம். ஓகே. നിങ്ങളുടെ സ്ക്രാപ്പ് ബിസിനസ് ഒക്കെ കൊള്ളാം. നിങ്ങൾ ഈ പറയുന്ന കമ്പിയും കുറച്ചൊക്കെ പഴയതുവാ. പക്ഷെ അത് കിടക്കുന്നത് KSIയുടെ പ്രോപ്പർട്ടിയിലാ. ടെൻഡർ വിളിക്കാതെ അതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ല. നമുക്ക് ആരും അറിയാതെ ഈ ട്രെൻഡ് ആ സാമാനം വിളിക്കാൻ പറ്റുമോ? പറ്റും. പാപ്പനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയെങ്കിൽ പറ്റും. അതൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കത്തില്ലേ? എന്റെ പൊന്നു പാപ്പ, ചുമ്മാ മെനക്കെടുത്താതെ നടപടിയാവുന്ന വല്ല പണിയും നോക്ക്. റീച്ചലിന്റെ അടുത്ത് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. നീ വിചാരിച്ച നടപടിയാവൂടിയേ? പേര് മാത്രമേ ജൻസി ഉള്ളൂ. സ്വഭാവമൊക്കെ പാപ്പനെ പോലെ പഴയത് തന്നെയാ. ഈ സേവ് ആൻഡ് ദാവൂദ് അസോസിയേറ്റ്സിന്റെ കേരള പ്രൊപ്പറേറ്റർമാരായിട്ട് നിങ്ങളുടെ പേരാണല്ലോ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി സ്ഫോടനങ്ങൾ നടത്തിയതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എന്നാലും പറയാണ്, ഈ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. തീർച്ചയായും സർ, ഈ സ്ഫോടനം മാത്രമല്ല, അതിനുശേഷമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമായിരിക്കും. മാത്രമല്ല, ഈ സ്ഫോടനത്തിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ നരഹത്യക്ക് ആദ്യം ആകത്തോന്നോ നിങ്ങളായിരിക്കും. കേട്ടല്ല? കൊലപാതക കുറ്റം. ആ ശരി വിട്ടോ. അപ്പൊ ഇവരോടൊന്നും വേണ്ടാവൂ. പാപ്പ ഈ അംബാനിയും ടാറ്റയ്ക്ക് അങ്ങനെ രക്ഷപ്പെട്ടത്. ആ കാര്യം இவங்க இந்த கேங் மிக்ஸ்அப் ஆச்சுனாவே ഇതാ ലെവലത് തന്നെ. അതെ, കടത്തിന്റെ വക്കില്. നല്ല രസമുണ്ടോ നിന്നെ കാണാൻ, ശവപ്പെട്ടി കിടക്കുന്ന പോലെ. പിന്നെ നിന്നെ ഞാനൊന്ന് കാണാതിരിക്കുമായിരുന്നു. നീ എന്റെ റേച്ചൽ കൊച്ചിനെ ഒന്ന് റാഞ്ചി കൊണ്ടുപോകാൻ നോക്കിയായിരുന്നല്ലയോ? ചേട്ടാ, ഞാൻ പറഞ്ഞില്ല, ഇവ കരാത്തെ പണി അടിച്ചല്ലേ. ഒന്ന് കൊഞ്ചിക്കാൻ നോക്കിയല്ലേ. യെസ്, പ്രൊസീഡ് യുവർ ഓണർ, ഐ ആം റെഡി. ஓ நோ. ஓ கசாண்ட்ரா இவங்களுக்கு தான் நினைக்கிறேன். இல்ல, ஆக்சுவலி கசாண்ட்ராக்கு எல்லாம் தெரியும்னு நினைக்கிறேன். இப்ப சேவியர் എനിക്ക് തുപ്പാനുള്ളതല്ലേ? ആരെങ്കിലും തുപ്പിയാ പോരെ? എന്താ കലവറയിൽ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കൊണ്ടെന്നാണോ? ഞാനല്ലാതെ ആദ്യമായിട്ടാ ஒயின் செல்லர் மாதிரி. എന്താ അത്? കോളാമ്പി കയ്യുന്നു പോയതാ ഈ സമയത്താ. കോളാമ്പി. ഓ, ട്രഷർ இருக்குது പോയിട്ട. അതെനിക്കറിയാം. അല്ലാതെ അങ്ങനെ സ്വന്തമായിട്ടൊരു പഴഞ്ചൊല്ലും പോലും ഉണ്ട് കേട്ടില്ല. എന്തോ അപൂർവമായ ഒരു ശക്തി ഇതിനുണ്ട് അത്ര. നക്ഷത്ര ധൂളിന്നാ ഞങ്ങൾ ഇതിനെ വിളി. ഓ, പിന്നെ இவருக்கு லைஃப்க்கு ஒரு இன்சூரன்ஸ் மாதிரி தான். പോയി എഴുന്നള്ളിക്കണമെന്നില്ല. இது எங்க இருக்குன்னு கேட்டாச்சு உயிரோட வச்சிருப்பாங்கல்ல. ஆமா, அவர் தலைவன் உளறிடுவான். ஒரு நல்ல சாய்ஸா. தலைவன் அடிச்சே கேட்க தேவையில்ல, சும்மா கேட்டா சொல்லிடுவான். ஆமா. കോമ്രേഡ്സ്, ബാക്ക് ടു ദി ഫസ്റ്റ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റാർഡസ്റ്റ് അനങ്ങി തുടങ്ങി. ഇനി അങ്ങോട്ട് ഒരുപാട് ടൈം ലൈനുകളിൽ നിർണായക സംഭവങ്ങൾക്ക് ഓ തുടക്കമാകും. മൈ ഗോഡ്, മരിച്ചാ പോദ്രാ. രാജൻ അങ്ങ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പലായനം തുടങ്ങിയാലോ? സ്ക്രാപ്പ് എഗ്രിമെന്റ്. ഒന്നാം കക്ഷി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ, രണ്ടാം കക്ഷി സേവിയർ ആൻഡ് ദാവൂദ് അസോസിയേറ്റ്സിന് വേണ്ടി സോമൻ പച്ചിലക്കുന്നിൽ, സൈമൺ ബാറ്റർപറമ്പിൽ. എഗ്രിമെന്റെല്ലാം ഓക്കെയാ. റേച്ചൽ വെച്ച് കൃത്യസമയത്ത് 10,000 രൂപ തന്നുകൊണ്ട് കാര്യം കയ്യോടെ നടന്നു. നമ്മളൊരു പൊളിക്ക്. അതെ, ചിക്കൻ ബിരിയാണിയുടെ അകത്ത് നിന്ന് മുട്ട കിട്ടുന്ന പോലെ. ഇത് പാപ്പന്റെ മണ്ടത്തരങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒരു പുതിയ അധ്യായമായിരിക്കും. എത്രയും പെട്ടെന്ന് എടുത്തിട്ട് എന്നെ ഇവിടെ തന്നെ നിർത്തണ എന്റെ കർത്താവേ. ഇതെന്താ பொல்லம்பளம் போட்டு போட்டுக்கிட்டு இருந்தாரு, அதுவா? ஆனா அங்க இல்ல. ആമായാ, നീ റെസ്റ്റ് എടുക്കുന്ന பார்த்தேன். பேசிக்கிட்டே புரோட்டா மாவு போட்டுட்டு இருக்கேயா. அப்படி. ஓ, இது வேற ஓனரா? ചെക്ക് ആട്ടറ കട, ചെക്ക് ഉണ്ട് ആട്ടറ കട. ബീക്ക ഇത് വല്ലതും കാണുന്നുണ്ടോ? മരുന്നകത്തിന്റെ ചവിട്ടി കിട്ടി പാവൻ ഡൂഡിന് നടു വെള്ളായി. ചാടി പോയ പോലെ ബീക്കൻ ചാടി പോവോ? ദേ പൈലി, ഡൂഡിനെ വിട്ടിട്ട് ഞാനെവിടെയും പോവില്ല. ഡൂഡിന്റെ ദൈവം നല്ലതാ. ഈ കൊള്ളക്കാരന്റെ ഒപ്പറക്കളത്തെ കിടന്ന് നമ്മളെല്ലാം അടി കൊണ്ട് ചാവും. எதுக்கு இப்படி ஒரு பனிஷ்மெண்ட் தெரியல. പൊറോട്ട അടിച്ചാ മതിയായിരുന്നു. ஆ, ഇത് പഴയുടെ ബോട്ടലും കത്തിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു. ஆமாண்டா, ஏன் ஆமா, உங்களை அடிமையா வச்சு வேலை வாங்கத்தான் என்கிட்ட விட்டுட்டு போயிருக்கான். அந்த ஆளுக்கு உங்களால ஏற்பட்ட நஷ்டத்தை வட்டியும் முதலுமா வாங்காம விடவே மாட்டேன். அது இந்த ஜென்மத்துல நடக்க போறது இல்ல. என்கிட்ட இருந்து தப்பிச்சு போகலான்னு கனவுல கூட நினைச்சிடாத. மருதையா, இந்த கஞ்சியில கொஞ்சம் உப்பாவது போடையா, நான் எங்கவும் போக மாட்டேன். இருக்கிறத குடிச்சு போடுறா வெண்ண. வெண்ண அடியா மாப்பிள, காலையில வெள்ளனை எந்திரிச்சு பாறைய உடைக்க போறேன். பாறையா? ஐயோ,
അസം ഖാൻ எப்படி ആക്കി വെച്ചിരിക്കാங்களே. ജീവിതം മടുത്തു. ഹോങ്കോങ്ങിലോ പോകാൻ പറ്റിയില്ല. അത് പോട്ടെന്ന് വെക്കാം. എനിക്ക് എന്റെ കേരളമെങ്കിലും ഒന്ന് കണ്ടാൽ മതി. ഹോങ്കോങ് ഡൂഡേ ഫോറിനിൽ ഇരുന്നല്ലോ ആണാ ഇല്ല ഇരിക്കുന്ന അവസ്ഥയിൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എനിക്ക് സത്യമായിട്ടും എന്റെ കേരളം കാണാൻ കൊതിയാകുന്നു. ഡ്യൂട്ട് സാറേ, ആന്റണി யார் ஆண்டனி? മനുഷ്യന് വിലയില്ല. പിന്നെ ഇയാടെ കഴുത. ஓ அது கழுதையா லொகேஷன் சூப்பரா இருக்கு. ஆமா പാലമ്പളിക്കാനുള്ള ഓർഡറേ സാറെന്തെങ്കിലും ഓഫ് ആയതുകൊണ്ട് വായിച്ചില്ല. ഇപ്പൊ ഓണായ സ്ഥിതിക്ക് സാറും തുറന്ന് വായിച്ചൂടെ? അതെന്നാത്തിനാടാ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. അല്ല സാറേ, സംഭവം അതാണെങ്കിലും ഉണ്ടല്ല, സാറൊന്ന് വായിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് രണ്ടെണ്ണം കൂടുതലടിക്കാൻ പറ്റും. കൊള്ളാം കൊള്ളാം, പാലം നമ്മൾ തന്നെ പൊളിക്കുന്നു. സാറേ അത് മാത്രമല്ല സന്തോഷം, ദേ ഇതും കൂടി ഉണ്ട്. ഈ ഉടമ്പടി പ്രകാരം സേവിയർ എന്താവത് കമ്പനി വിളിച്ചു മാറ്റുന്ന ആ തമ്പാലത്തിന്റെ ബാക്കി വരുന്ന സ്ക്രാപ്പ്, അതായത് കമ്പി, ഇഷ്ടിക, ഇരുമ്പ്, തുരുമ്പ്, മണ്ണ്, കല്ല് ഉൾപ്പെടെ പാലം നിൽക്കുന്ന പ്രദേശത്തെ ശിഷ്ടങ്ങൾ യാതൊന്നും അവശേഷിപ്പിക്കാതെ പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ എന്ന ഒന്നാം കക്ഷി ഉടമ്പടി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹാപ്പി ആയില്ലേ? ഇതെന്തോന്നാടാ ഇത്? ഇത് ദാവൂദൻ കമ്പനിക്ക് വേണ്ടി സോമനും സൈമനും. സാറിന് പാലം വിളിച്ചാ പോരാ, അതിന്റെ തുരുമ്പും ഇരുമ്പും കമ്പിയൊക്കെ നമ്മക്ക് എന്തിനാണ്? അതിന്റെ വേസ്റ്റ് എടുത്ത് 10 ലക്ഷം രൂപയെങ്കിലും വരും. നമ്മൾ നിസാര പൈസക്കാണ് ആ പിള്ളേരെ പറ്റിച്ചത്. ബാക്കി വല്ല പൈസ മുഴുവനും സാറിന് ലാഭം. അത് മാത്രമല്ല സാറേ, അവന്മാർക്ക് പിന്നീട് മനമാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഞങ്ങൾ നേരിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തത്. രണ്ടെണ്ണം സന്തോഷത്തിന്റെ പേരിൽ കൂടുതൽ അടിക്കൂലേ? എന്താ സന്തോഷത്തിന്റെ പേരിൽ രണ്ടെണ്ണം കൂടുതൽ അടിക്കൂലേന്ന്? സായിമാരുടെ കാലത്തുണ്ടാക്കിയത്. അപ്പൊ പിന്നെ കമ്മി കുറച്ചക്കറൊക്കെ കാണൂടാ. പാപ്പോയ്, നമുക്ക് ഈ ഊച്ചാളി ആക്രി പരിപാടി ഒന്നും വേണ്ടട്ടാ. ഒന്നാമത് പാപ്പൻ തന്നെ ആക്രിനെ പോലെ ഇരിക്കണേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്. ഇനി ആൾക്കാർ കാണുമ്പോ ആക്രിപ്പാപ്പ എന്ന് വിളിക്കൂലേ? ഇപ്പൊ നാട്ടുകാർ വിളിക്കുന്നത് ദരിദ്രവാസി പാപ്പൻ. പിന്നെ വലിയ വേദമാണ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് തൂങ്ങിയാടാനുള്ള ബലമൊന്നും ഈ ഊഞ്ഞാലിനില്ല കേട്ടോ. എല്ലാ അമേരിക്കൻ സായിപ്പാട്ട് ജനിച്ചാൽ മതിയാണ്. തള്ളേ സ്റ്റാൻഡപ്പ്. തള്ളേ സ്റ്റാൻഡപ്പ്. സാത്താൻ. അല്ല, അതിങ്ങനെ തിരിച്ചെത്തി കഴിഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നേരെ എഴുതിട്ടൂടെ മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുൻപേ എനിക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പൊ മാമൻ കഥ പറയാൻ പോവാ, ശ്രദ്ധിക്കുക. കാലഘട്ടത്തിന് മധ്യേ എന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാൾട്ടർ സാഹിബ് പണിയെടുപ്പിച്ചാണ് ആ പാലം. പാലത്തിന്റെ ഇനാഗ്രേഷന്റെ തലേ ദിവസം വെരി ഗുഡ്. ഈ മണ്ണിനെ അത്രയും സ്നേഹിച്ച അദ്ദേഹത്തിന്റെ മൃതശരീരം ചിതാഭസ്മെങ്കിലും ഒരു നോക്ക് കാണുവാനായി അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ ഡോളോറസ് ആന്റി 1700 ഇത് നിന്റെ ഉമ്മച്ചിയല്ല, അല്ല ഇപ്പോഴും കാത്തിരിക്കാണ്. ആ ഡോളർ ആന്റിക്ക് ഇപ്പൊ 100-300 വയസ്സെങ്കിലും പ്രായം വരുമല്ലോ. ആന്റി അല്ലേ മാമ? ആന്റിയുടെ കുഞ്ഞമ്മയുടെ ഞാൻ ഒന്നുകൂടെ ആലോചിക്കണം അല്ലേ? വെറുതെ വേണ്ട. നിങ്ങൾ 10,000 രൂപയ്ക്കല്ലേ വാങ്ങിയത്? ഞാനൊരു 20,000 രൂപ. അത് ന്യായം. പോരെ? 2 ലക്ഷം. 4 ലക്ഷം. 5 ലക്ഷം. என்னடா பண்றீங்க? 9 ലക്ഷം. എല്ലാരുമേ കൂപ്പിടുறாங்க. ഒന്നും വില തരാന്ന് പറഞ്ഞാലും ഞങ്ങളിത് തരികയല്ല സാറേ. ഞങ്ങൾ ഒരു സംഭാരം സ്വപ്നം കണ്ടുപോയി. അതാ സംരംഭം. ആ സാമാനം. എന്റെ മുത്തച്ഛൻ പട്ടികളെ നിന്റെയൊക്കെ സംഭാരം സ്വപ്നം எங்க சுட்டானே தெரியல. ഷാജിയേട്ടാ ഉണ്ട കൊണ്ടില്ല. സർബത്ത് അഭ്യാസം കാണിച്ചാൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ച് പോകച്ചോളെ. വീട്ടിൽ പോടാ. പാപ്പാ, എന്നാ കോപ്പാ? നിന്റെ കയ്യിൽ ഞാൻ അഗ്രിമെന്റ് മേടിച്ചിരിക്കും. നിന്നെ കൊന്നിട്ടാണെങ്കിലും. നീ നോക്കിക്കോ. ചെരിപ്പിച്ച് കൊല്ലാണ്ട് പോവാൻ നോക്ക്. വെറുതെ സേവിയറിന്റെ ചെറച്ചിലുണ്ട സാറേ. അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവന്റെ തോക്കും പിടിച്ചു ചെവിക്കലൊക്കെ ഒന്ന് കൂടും സാറേ. എടാ തന്നെയാ, ഇവനെ കാണുമ്പോ ആവശ്യമില്ലാത്തൊരു പ്രചോദനം നീ എനിക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഇടിച്ചപ്പോ ഞാനേ പറഞ്ഞുള്ളൂ, നീ പറഞ്ഞില്ല. ആ സൈറൻ ഇടാ, നാട്ടുകാർ ചമ്മിപ്പോട്ട്. പാപ്പന് പാപ്പന്റെ ശക്തി ഇല്ലേ? ഞാൻ സാറ് പുറത്തോട്ടിറങ്ങിയ വിധം മാറുവേ. സാറെന്നാ ചിമ്പാൻസി.
ഷാജിയേട്ടാ സർബത്ത് ഇടയ്ക്കേറി വന്നു നന്നായി, അല്ലെങ്കിൽ ആ സാധനം നമ്മൾ വെടിവെച്ചു വന്നേനെ. ആ പാലത്തിനകത്തേ എന്തോ കാര്യമായിട്ട് ഷാജി ஒருத்தனுக்கு தான் இதெல்லாம் அறிவு இருக்கு. ഞാനും എന്റെ സൈന്യവും അസം ഖാനുമായി ഏയ് അതേ ഏരിയ 3 days കനത്ത പോരാട്ടത്തിനൊടുവിൽ ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴാണ് അതും ആ സ്റ്റുപ്പിഡ് കിങ് പത്മനാഭൻ ആദ്യം പലായനം ചെയ്തത് കൊണ്ട് മാത്രം ஆஹா. ഫുൾ സ്റ്റോപ്പ്. ஓ ஹிஸ்டரி எழுதிட்டு இருக்கான்பா. സാറേ ഞങ്ങൾ വൈസ്രോട് പറയാവോ വാട്ടർ സാറേ ഇതുപോലെ തന്നെ ഇല്ലാത്തതും വൈ നോട്ട് ம். എന്നെ എഴുതിക്കോ 2 lines. ஓ எல்லாம் பிரிட்டிஷ் எழுதுனதெல்லாம் ஃபேக் கதை அப்படின்னு சொல்லி சொல்றாங்க. യെസ് എന്താ സുന്ദരി പെണ്ണ്. ശരിയാ, ഒരു മദാമമാണ്. അതും ഒരു പെൺകുട്ടി പെൺകുട്ടിയോ മയിൽക്കുട്ടിയോ പെൺകുട്ടി. വിടരുത് സാറേ. കടന്ന് പോകില്ല. വേണം. കടത്തി വിടില്ല. ചെല്ലേ. Get my God. ഓക്കെ ചെല്ലേ. ഓ வைல்டு வெஸ்டா தெரியல. വാവ് കസൻഡ്ര. Approach with caution, lady. Lord Walter Joseph. Well. Who is here in Lord Walter's territory without intimating him beforehand? I'd sent a letter seeking your permission. I regret you didn't receive it. എന്റെ പെർമിഷൻ വാങ്ങാതെ എന്റെ സൗകര്യം കണക്കിലെടുക്കാതെ or you think your beauty is going to save you from my wrath, huh? No, sir. I only. Shut up. Good. பொக்கடிக்கை. Mr. Walter. I really hate guns being pointed at my face. Boys, Yes. you heard that? കേട്ടില്ല സാറേ. അവളോട് ഉറക്കെ പറയാ പറ. ഇവളുടെ നേർക്ക് തോക്കിച്ചോണ്ടിരുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല. ஒரு ஆக்ஷன் பிளாக் இருக்கு. അടി വാങ്ങാൻ പറ. அதான் ஒரு ஆக்ஷன் பிளாக் இருக்கு. ഓ நான் கசன்ட்ரா ஃபேன்டா இந்த தடவை. வால்டருக்கு பொறி இறங்கிருச்சு. ஸ்டேட்டஸ் ஃபேன்ல இருந்து மாறி. நைஸ் ஷாட். യെസ് அடிக்கவே இல்லை திரும்புது. Walter. പാത്മനാഭന് രാജ്യം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. പാത്മനാഭന് കാട് കയറുകയോ നാട് പിടിക്കുകയോ ചെയ്യാം. അയാൾക്കിനി എന്ത് സംഭവിച്ചാലും കമ്പനിക്ക് ഒരു വിഷയമല്ല. കാരണം എന്നെ പോലും കമ്പനി കൈവിട്ട് കഴിഞ്ഞു. പിങ്കി പ്രോമിസ്. ഇനി ഞങ്ങൾ സായിപ്പിനെ ഉപദ്രവിക്കല്ലേ മദാമേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. Just a friend in Portugal had asked that I convey his regards to Patmanaban. Portugal. Right? ஏய் அவன் இது புறா விட்டான்ல. ஆமா. ஓ ஃப்ரெண்டுக்கு தான் அனுப்பிச்சிருக்கானா? Charging to the end of time. Hark, she comes, yes, our seers divine. We wait, we watch as stars conspire. We pray, we bow Cassandra. to the choir. Lo, she's here to redeem and desire. Riding right on destiny. இவங்களும் ஹெல்ப்புக்கு வந்திருக்காங்களா இல்ல ஃபைட்டுக்கு வந்திருக்காங்களா? அதான் எனக்கு தெரியல. She comes, yes, our seers divine. We wait, we watch as stars conspire. We pray, we bow to the cosmic choir. Lo. Cassandra, the informer says Azam Khan has started his march. നമ്മുടെ പുതിയ തട്ടകം ഇനി അങ്ങ് മൈസൂരിലാണ്. പുതിയ പാലങ്ങൾ നമ്മൾ ഇനി അവിടെ പണി. അപ്പൊ തിരുവിതാംകൂർ പോണ്ടേ? എല്ലാരും കൂടെ അങ്ങോട്ട് പോയിട്ട് എന്നാത്തില്ല. സുപ്രഭാതം. നമ്മുടെ വരവ് പ്രമാണിച്ച് പുതുപാലം പണിതതിൽ നമുക്ക് അതിയായ സന്തോഷം. സാധാരണ പണി കഴിയുമ്പോൾ രാജാക്കന്മാര് പട്ടും വളയും തരും. ആദ്യമായിട്ടാണ് തങ്കപ്പതക്കം വെച്ച കാഞ്ചനമാല. ഈ സമ്മാനം മാപ്പിള ജീവിതകാലം മറക്കില്ല. ഇത്രയും ഗംഭീരമായ പാലം പണിത് നമ്മെ സഹായിച്ചതിന്റെ നന്ദി സൂചകമായി ഈ മണ്ടം മാപ്പിളയെടുത്ത് പുഴയിലെറിയൂ. അയ്യോ ഇരട്ടി സന്തോഷം. വളരെ നല്ലത്. அவர் கேரக்டர் அப்படிதான். இந்த டிக்டேட்டர் படம் பார்த்திருக்கியா? அதுல வர மாதிரி அவருக்கு ஒரு சார்ஜ் கிடைச்சிருச்சு. கோரனுக்கு பிஜிஎம் போடுறாங்கடா. என்னதான் பண்றாங்க? அஸ்ஸலாமு அலைக்கும். വാ അലൈക്കും അസ്സലാം വ റഹ്മത്തുള്ളാഹി നീ ദൂരദർശിനി എന്ന് കേട്ടിട്ടുണ്ടോ? ഛേ ഞങ്ങളാരും അത്രക്കാരല്ല ഹുസൂർ. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ஓ இவர் பேச பார்த்திருக்காரு. வாட்ச் தாடி உரிஞ்சிருச்சு அவருக்கு. அதானே
നമ്മെ കാത്തു നിൽക്കണം എന്നില്ല. ഓ എന്നാ തലയിലൊന്നുമില്ല സത്യം. കാര്യം പറഞ്ഞത് ഞാനും നഹേൽ ധൻകേലു സംസ്കൃതം എനിക്ക് രാജാക്കന്മാരോട് മാത്രമേ യുദ്ധമുള്ളൂ. ആ പൊൻപണം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇത് പിടി പോയി പറയട്ടെ. പറഞ്ഞു കൊടുക്കരുത്, ഇത് ചതിയാണ്. ആള് പണം തരില്ല. തരാതെ പറ്റിക്കാൻ നിന്റെ ദരിദ്രവാസി പപ്പനാവ രാജാവല്ല, അസം ഖാനാണ്. ബലേബേഷ്, ഒരാൾ സമ്പന്നനാകാൻ തീരുമാനിച്ചതിൽ നാം സന്തുഷ്ടനാണ്. പറയൂ, അയാൾ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? അല്ല എനിക്കറിയാം. മിടുക്കൻ, മിടുമിടുക്കൻ. ആരിവിടെ? കുതിരകളെ തയ്യാർ ചെയ്യൂ. ഒരു വെള്ളയും ഒരു ചുമലയും. என்னமோ இருக்கு கேம்ஸ் விளையாடுறாங்களா? போலோ മണ്ടൻ ഖോമക്കുറുപ്പും സംഘവുമാണ്. എങ്ങോട്ടാ ഖോമക്കുറുപ്പെ ഇത്ര തിരക്കത്തിൽ? പത്മനാഭനെവിടെ? അടിയൻ പത്മനാഭ രാജാവിനെ തേടി പോവുകയാണ് വാൾട്ടർ സാഹിബ്. രാജാവിനെ പലായനം ചെയ്യാൻ അനുവദിച്ച ശേഷം ഞങ്ങൾ കുറച്ചുപേര് തനിച്ച് അസം ഖാനുമായി യുദ്ധം ചെയ്തു നോക്കി. ഓഹോ, ചാട്ടയടി അസഹനീയമായിരുന്നു. യുദ്ധത്തിലും ചാട്ടേടിയോ? എന്നിട്ട് പത്മനാഭന്റെ രാജ്യം കടന്ന് പട മുന്നോട്ട് പോയോ? പട എങ്ങോട്ടും പോവില്ല സാഹിബ്. പത്മനാഭ രാജാവിന്റെ കയ്യിലിരിക്കുന്ന രഹസ്യനിധി കിട്ടുന്നത് വരെ. ഓ, കസാൻഡ്ര, അസം ഖാൻ. Now all the dots are connected. നൊണയൻ രാജാവേ, നിന്റെ അന്ത്യം അടുത്തറ. Let's go for a treasure hunt. ആഹാ, ഇപ്പഴാണ് സിസ്റ്റർ ആരംഭിക്കണേ സ്റ്റോറിയെ. നിനക്ക് ഒന്ന് എനിക്ക് ഭ്രാന്താന്നല്ലേ? ഭ്രാന്തലട കഴുത, ഭ്രാന്തലുള്ള കഴുത. അതീന്ദ്ര ജ്ഞാനം. കാരണം നീയൊക്കെ യുക്തിവാദിയല്ലേ? എന്റെ പെടലിലേക്ക് ചൂറ്റിയ കാലപ്പാമ്പ് സോമൻ എന്റെ പുറകിൽ വന്ന് നിൽക്കുന്നതായി എനിക്ക് കാണാം. അപ്പൊ നിനക്കും കിട്ടിയോ അതീന്ദ്ര ജ്ഞാനം? പിന്നെ എനിക്കില്ല ജനനേന്ദ്ര സാധനം. എന്താണ് ഞാൻ ഒരു മുട്ടം കോള് വട്ടം വന്നേക്കണേ. മറുപടിയുമോ? അതൊരു ഓണം ബമ്പർ. അടിക്കുന്ന മാതിരി ഞാൻ ആ ജീവിതം മറന്നു കഴിഞ്ഞ സോമ. ഡെൽമൻ പൂർവാശ്രമത്തിൽ പണ്ടേ മരിച്ചു കഴിഞ്ഞു. നീ ഇപ്പൊ കാണുന്നത് സുലൈമാനെ മാത്രം. വന്നില്ലെങ്കിൽ ബമ്പർ പാപ്പ കൊണ്ടു. പാപ്പൻ ഗ്രാമവാസി ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത ആ ഗ്രാമവാസി പാപ്പൻ. கொஞ்சம் செட்டப் தான் ஃப்ரீயா விட்டுட்டேனா கிடைக்க போறது கோடிகள் ஐயா, கோடிகள். அதோட 50% உங்களுக்கு ஐயா. ஏண்டா சுலைமானே, உனக்கு நம்ம கேங்கோட ரூல்ஸ் தெரியாது. நீ என்னோட ப்ராப்பர்ட்டி. உனக்கு கிடைக்கிற எல்லாத்துக்கும் நான் தான்டா. அதான் டீலு. മനസ്സിലായോ സാറേ? അയ്യോ, ഇതല്ല. ஐயா, இந்த டீல் எனக்கு சம்மதம். தேங்க்யூ ஐயா, தேங்க்யூ. തെണ്ടി നീ മഷിയിട്ട് നോക്കിയാ പോലെ എന്നെ കിട്ടുട്ടോ. അടിപൊളി ട്രൗസർ. പിന്നെ സൂപ്പർ. ஐயா, எனக்கு லோக்கல் பட்டாம்பட்டி பிடிக்காது, அர்மானி தான் பிடிக்கும். இது அர்மானி. அர்மானி பின்ன அதை விட பெரிய மர்மானி. அப்படியா? ஆமாடா. ஆமா, சவுண்ட் எல்லாம் வருது. இந்த ஜட்டிக்குள்ள கரண்ட் இருக்கு சுலைமானே, அதனால தான் இந்த சத்தம். ஒண்ணுக்கு ரெண்டுக்கெல்லாம் ஓட்ட போட்டிருக்கு. எதுக்கு ஐயா சட்டிக்குள்ள கரண்ட்? சட்டிக்குள்ள கரண்ட். ஐயோ, இதுக்குத்தான் இப்படி ஓவரா பேசினாலும் ஓவர் ஆக்ட் பண்ணாலும் இப்படித்தான் ஷாக் அடிக்கும். ஜிபிஎஸ் மூலியமா பிளாஸ்ட், உன் லைஃப் வேஸ்ட். இந்த புலிகேசி உன் கூடவே வருவாப்புல. என்ன அவங்கிட்ட இருந்து எக்ஸ்ட்ரா ஒரு கேங்ல ஒரு ஆளு நினைச்சேன். சுலைமானே, ஓகேவா? அவங்கிட்ட எது கேட்கணும்? அவன் எல்லாத்துக்கும் ரெடி இல்லையா?
നമ്മുടെ മുതലാളി ഉണ്ടല്ലോ, ഇവനെ ഞാൻ തട്ടും. ഇവന്റെ അമ്മാവന്റെ കട ഞാൻ ബോംബിട്ട് പൊളിച്ചതാണ്. ശരിക്കും എനിക്ക് എന്നെ അറിയാൻ പാലഞ്ഞാട്ടാണ്. ഇതാണ് കഴുത ജീവിതം. പൊട്ടാൻ പോകുന്ന ടൈം ബോംബുകൾക്ക് മുകളിലിരുന്ന് മിഷൻ ഇമ്പോസിബിൾ കളിക്കുന്നത് എനിക്കൊരു പുത്തിരിയല്ല. ലെറ്റ്സ് ഗോ ബോയ്സ്. സംഗതി കിട്ടിക്കഴിയുമ്പോ എന്റെ കാര്യം മറക്കരുത്. എനിക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ, നൂറ്റാണ്ടുകാരെ നമ്മളെ அந்த பாலம் ഈ കരുത്തുറ്റ നാഗത്താൻ പാലം പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നമ്മൾ നിയന്ത്രിത സ്ഫോടനം വഴി പൊളിച്ചളയുകയാണ്. 1800 കാലഘട്ടത്തിൽ ഈ മലയോര ദേശം ഭരിച്ച പത്മനാഭ രാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാൾട്ടർ ജോസഫുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നത്. ആ കാലത്ത് ഈ പാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് വറീദ് മാപ്പിള എന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. പാലം പണിഞ്ഞ എഞ്ചിനീയർ മാപ്പിളയൊക്കെ സമ്മതിക്കണം. 100-300 വർഷമായിട്ട് ഒരു കുലുക്കോ ഇല്ല നിൽക്കുന്നുണ്ടില്ലേ സാറേ കുലുക്കുണ്ട് നാശം പറഞ്ഞു. ചട്ടം നീ എന്നാണ് കാണിക്കുന്നേ? പാപ്പന്റെ ആദ്യത്തെ ആക്രിയല്ലേ, നമുക്ക് റീലാക്കാം. നിന്റെ സുനാമി ഓടിച്ച പാപ്പൻ ഭയങ്കര തന്ത വൈബായിക്കൊണ്ടിരിക്കും കേട്ടോ. അതാടാ തന്തയില്ലാത്ത വൈബിനേക്കാൾ നല്ലതാ എന്റെ തന്ത വൈബ്. ഇങ്ങനെ കിണിച്ചോണ്ടിരിക്കാതെ ബോംബ് പൊട്ടുമ്പോ പോയി എടുത്തോളാം കേട്ടോ. പാലം തകർന്ന് തലേ വീണ് ഞാൻ മരിച്ചു പോയല്ലോ ഷാജി ചേട്ടാ. അതല്ലയോടാ മരണമാസേ. നമ്മളവിടെ ഓടിച്ചെല്ലണം. കല്ലോ കമ്പിയോ സിമന്റോ ചരലോ എന്ത് വേണമെങ്കിലും അവന്മാരെടുത്തോട്ടെ. അവിടെ പെട്ടികൾ കാണും, അത് നമ്മൾ എടുക്കണം. അല്ല സാർ, ഒരു സംശയം. നമ്മൾ ഓടി ചെല്ലുമ്പോ സർവത്ത് നമ്മുടെ പുറകിൽ നിന്ന് കുണ്ടിക്കിട്ട് വിടുക വെച്ചാൽ അങ്ങനെ ഒരു അപകടമുള്ളതുകൊണ്ട് നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. തുടങ്ങുന്നതായിരിക്കും. പാലം പൊളിക്കൽ മഹോത്സവത്തിലേക്ക് പ്രക്രിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ഫോടനത്തിൽ എനിക്ക് സാത്താന്റെ കല്ലുകൾ കുറേ കിട്ടും. ആശാൻ സാത്താന്റെ കല്ല് കിട്ടും. ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കടാ. ആശാന്റെ കോട മുതിയാൻമല, പോത്തുമുക്ക്, മാറായിക്കോണം എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് പാലം പൊളിക്കുന്നതിനെ തുടർന്ന് യാത്രാക്ലേശത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. പിന്നെ പാലം പൊളിഞ്ഞാലുടനെ ആ പാപ്പൻ തണ്ടി സേവിയർ തണ്ടി കൂടെ കടിപിടി കൂടാൻ നോക്കും. സ്പോട്ടിൽ ആദ്യം എത്തുന്ന നമ്മളായിരിക്കണം. നമ്മുടെ കൺട്രോളിലമാര് പ്രവേശിച്ചാൽ മതി. ഫ്ലാഷ് മാരി അടിച്ചത് സംഭവിച്ചിരിക്കുകയാണ്. ചരിത്രപ്രധാനമായ അവനെന്നെ ചത്ത് മേളിലേക്ക് പോവാന്നോ? അവനെന്തോ നമ്മുടെ സാധനം അടിച്ചോണ്ട് പോണേ. ആ പെട്ടിക്കകത്ത് എന്തോ ഉണ്ട് ഷാജി ചേട്ടാ. ഇല്ലെങ്കിൽ അവൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് വിളിച്ചോണ്ട് വരികയല്ലോ പാപ്പ. அப்போ இதே மாதிரி தானே ஒரு டபுள் சீட் கோல் போட்டான். പൊളിഞ്ഞായിരുന്നു ആശാനെ. ഞാൻ കണ്ടു. നീ ടാറ്റ കൊടുത്തു വിട്ട പെട്ടി എനിക്ക് ഇപ്പൊ കിട്ടണം. അയ്യോ ആശാനെ, അത് ടാറ്റ കൊടുത്തതല്ല. പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാ. എല്ലാരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നീ പൊരുള് കൊണ്ട് വന്നില്ലെങ്കിൽ എന്റെ ഡാമിലെ ചെമ്പല്ലികളും വാളകളും കുറെ കാലമായി പട്ടിണിയില്ല. അവർക്ക് ഞാൻ കൊടുക്കും. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ചൊരു ആശാന്റെ പെട്ടി ആശാൻ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ ആശാന്റെ അനുഗ്രഹം എനിക്ക്. പെട്ടി തപ്പടാ പെട്ടി. ഇവന്നെ ഫ്ലൈയിങ് ഏതാടാ இருக்கான். இவன் துப்பாக்கி சாத்தான் சேவியர் குரூப் கூட சாத்தான் சேவியரோட அண்ணா சாஜி பாப்பனோட ரிலேட்டிவ் இது. ஆமா ஆமா, இது துப்பாக்கி கொடுத்து ஹெல்ப் பண்ணுவாரே. എടാ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഹൈ റേഞ്ച് വന്ന എന്റെ പിള്ളേരോട് ഉണ്ടാക്കരുത്. ആമാ ലുക്ക് அவளை போஸ் பண்ணியா? நீ ஹெலிகாப்டர்ல வரும்போது நாங்க யாத்ல வருவோம்ல, இதுல போட்ல my arch enemy. my arch enemy. ஆமா, கரண்ட் வச்சிருக்காங்களே, என்ன பிரச்சனையும் ஆவலையா?
അത് കലക്കിയാട്ടായി വെടിയാ പോരാ നീ എന്നാണ് കരുതിയ നിന്നെ ഞാൻ പ്രതീക്ഷിക്കാമല്ലോ അത് നശിപ്പിക്കാനായിട്ട് എന്നാത്തിനാണ് ഈ കൂറ ചാക്കച്ചുട്ടി എന്റെ പറയാൻ വരുന്നത് இவர் இதே சொல்லிட்டு பாம்பு வைக்கிறாங்க இங்கே നിന്നെ ഒന്നാക്കൽ ഞാൻ ബോംബ് വെച്ച് പൊട്ടിക്കും உண்மையுமே பாம்பு ஆஹா கிசாண்ட்ரா கிட்ட போகவே முடியாது இந்த குரூப் கிட்ட இருக்க வரைக்கும் தப்பிச்சிடலாம் ஓகே நம்ம வந்து பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம் மீண்டும் பார்ட் 4ல சந்திப்போம் நன்றி வணக்கம் பாய் பாய்